ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്തിട്ട് കുറേ നാളുകളൊക്കെ ആയി കേട്ടിട്ടാണ്. കുറേ നാളുകളായി. നമ്മളൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഞാനൊക്കെ ആണെങ്കിൽ ചാനൽ തുടങ്ങിയ സമയത്ത് നിത്യവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം പോലും നമ്മൾ മുടങ്ങാണ്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്കിപ്പോൾ വീഡിയോ ഇടാനൊന്നും വയ്യ. എൻ്റെ പൊന്നും മക്കളെ, പാചക വീഡിയോ ഇടാൻ വയ്യ, വാചക വീഡിയോ ഇടാൻ വയ്യ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയും ബുദ്ധിമുട്ടും ഒക്കെയാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പാചക വീഡിയോ എല്ലാവർക്കും അറിയാം. പാചക വീഡിയോ നമ്മുടെ കുക്കിംഗ് ചാനൽ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ അതെന്തോരം കഷ്ടപ്പെട്ടൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തിക്കണത്. പല സ്ഥലത്ത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ല, പല സ്ഥലത്ത് നമ്മൾ ഫോണൊക്കെ കൊണ്ട് വെച്ചാണ് നമ്മൾ വീഡിയോ എടുത്ത് പിന്നെ അതിന് എഡിറ്റിങ്ങും കാര്യവും എല്ലാം കൊടുത്തൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ നിങ്ങളെ മുന്നിലെത്തിച്ച വീഡിയോ കാണാൻ ആളില്ല. അതുകൊണ്ട് എനിക്ക് വന്ന് മടുപ്പായിപ്പോയി കേട്ടോ. എത്രയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി വീഡിയോ എടുത്താലും വീഡിയോ കാണാൻ ആളില്ല. അതും എപ്പോഴും പാടെ നമ്മളെ വീഡിയോ ഇടക്ക നിലച്ചു. വീഡിയോ ഇടാനും തോന്നുന്നില്ല, നിങ്ങളെ മുന്നിൽ എത്താനും തോന്നുന്നില്ല. തുടക്കത്തിലൊക്കെ നന്നായിട്ട് വന്നുകൊണ്ടിരുന്ന ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടെയൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ പ്രതീക്ഷയൊക്കെ ഇപ്പോൾ തീരെ അങ്ങ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. രാവുന്നില്ല, പകലുന്നില്ല, പിന്നെ രാത്രി എന്നില്ലാതെ രാത്രി 1 മണിയെന്നില്ല, 2 മണിയൊന്നും ഇല്ലാണ്ട് നമ്മൾ വീഡിയോ ഇട്ട സമയം വരെ ലൈവ് ചെയ്ത സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൂടെ വന്ന ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ, ഒരുപാട് പേര് നമ്മളെ പുച്ഛിച്ചു, ഒരുപാട് പേര് നമ്മളെ കളിയാക്കി, എന്തൊക്കെ നമ്മൾ അറിയുന്നവർ പലരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഇവർക്ക് എന്തിൻ്റെ ആവശ്യമാണ്, ഇവൾക്ക് എന്തിൻ്റെ ആവശ്യമാണ്, ഇവളെന്തിനാ വല്ലവരുടെയും വായിരിക്കുന്ന തെറി കേൾക്കുന്ന, വല്ലയിടത്തും കിടക്കുന്ന പയ്യന്മാരുടെയൊക്കെ വായിരിക്കുന്ന കേൾക്കുന്നത്, ഈ 12 മണി സമയത്ത് 1 മണി സമയത്തൊക്കെ ഇവൾ എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട് ലൈവ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ടെന്നൊക്കെ പലരും നമ്മളെ നേരിലല്ലെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ തളരാതെ പിടിച്ചു നിന്ന് പറയുന്നവർ പറയട്ടെ, ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ടും എന്തേ നമ്മൾ മാത്രം ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത് ഞാൻ പലവട്ടം ആലോചിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ കേട്ട തെറി വാക്കിന് പോലും യാതൊരു വിലയും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അതെ, നമ്മളെ ഉറക്കം കളഞ്ഞതിന് തന്നെ യാതൊരു വിലയില്ലാണ്ടായിപ്പോയി. നമ്മളൊക്കെ ലൈവ് ചെയ്യുന്ന സമയത്ത് ഇത്രയും യൂട്യൂബിൽ ഇത്രയും ലൈവും കാര്യമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഏതാണ്ടൊക്കെ 2 വർഷത്തേക്ക് മുന്നേ ലൈവ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴൊന്നും ഇത്രയും ലൈവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം പിന്നെ കുമിളുകൾ പോലെ എവിടെ മുക്കിലും മൂലയിലും കടകൾ നിറഞ്ഞു വരുന്നത് പോലെ, പലയിടത്തും ബിസിനസ്സുകൾ നിറഞ്ഞു വരുന്നത് പോലെ നമ്മളെ യൂട്യൂബിൽ എല്ലാ സഹോദരന്മാരും അവരും ലൈവുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ക്ലിക്കാവുന്നവരുമുണ്ട്, ക്ലിക്കാവാത്തവരുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് കേട്ടോ. ഞാനൊക്കെ ലൈവ് ചെയ്ത് പാതിരാത്രി ഉറക്കം ഒഴിഞ്ഞത് മിച്ചം, ആൾക്കാരുടെ വായിലിരുന്നത് മിച്ചം, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഡോളർ പോലും ഇപ്പോൾ ഏത് വഴിക്ക് പോയി എന്ന് കാണാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കായാലും, ഞാനെന്നല്ല ഏതൊരു വ്യക്തിക്കായാലും മടുപ്പും മടിയൊക്കെ തോന്നും. അങ്ങനെ നമ്മളിപ്പോൾ വീഡിയോയേ ഇടുന്നില്ല. പിന്നെ ആർക്കോ വേണ്ടിയിട്ട് ഒരു ഷോട്ട് അങ്ങ് ഇട്ടാലായി. അല്ലെങ്കിൽ ഒരു ദിവസം 5 ഷോട്ട് 3 ഷോട്ട് മിനിമം ഒരു 3 ഷോട്ടെങ്കിലും നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമായിരുന്നു. ഒരു ദിവസം കുറഞ്ഞത് 3 ഷോട്ട്. അങ്ങനെയുള്ള ഞാനിപ്പോൾ ഒരു ഷോട്ട് പോലും എനിക്ക് ഇടാനുള്ള മടിയാണ്. എന്തിനു വേണ്ടി എന്നുള്ള പാചക വീഡിയോ ഇപ്പം അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ഇപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്ക് യൂട്യൂബ് പാടെ അങ്ങ് ഒഴിവാക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവരൊക്കെ ചോദിക്കും, എന്തേ ചേച്ചി ലൈവ് വരാത്ത, എന്തേ ചേച്ചി വീഡിയോ ഇടാത്ത, എന്താ അമ്മ വരാത്തെന്ന് പലരും നമ്മളെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിനി ലൈവില്ല, നമ്മൾ വീഡിയോസ് ഇടുന്നില്ല, നമുക്കിനി പറ്റത്തില്ല, നമുക്കതിന് വയ്യ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു ആകർഷണം പോലെ വീണ്ടും നമ്മളെ യൂട്യൂബിലോട്ട് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കണം. കാരണം കളിയാക്കിക്കൊണ്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ യൂട്യൂബർ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മളെ കളിയാക്കിക്കൊണ്ടാണെങ്കിൽ അവർ യൂട്യൂബർ എന്ന് വിളിച്ചതല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് യൂട്യൂബ് വിട്ട് നിൽക്കാനൊരു മടി, യൂട്യൂബ് വിട്ട് പോകാൻ പറ്റുന്നില്ല. യൂട്യൂബ് എന്തായാലും നമ്മൾ നനഞ്ഞിറങ്ങി ഇനി കുളിച്ച് കയറാമെന്നുള്ള മട്ടിൽ അങ്ങ് പോകുന്നുണ്ട്. വീഡിയോ ഒക്കെ ഇടാൻ മടിയാണെങ്കിലും വല്ലപ്പോഴൊക്കെ നമ്മൾ ഷോട്ട് തള്ളി കയറ്റുന്നുണ്ട്. എപ്പോഴെങ്ങാനും ഒരു ലൈവൊക്കെ വന്നാലായി. പലരും പറയാറുണ്ട് യൂട്യൂബിൽ കൃത്യനിഷ്ഠയാണ് ആവശ്യം. എനിക്കില്ലാത്തതും അത് തന്നെയാണ് കേട്ടോ. യൂട്യൂബിന് കൃത്യനിഷ്ഠയാണ് ആവശ്യം. അതില്ലാത്തതും നമുക്കതില്ല
ഇല്ലാത്തത് അതൊന്നാണ് കേട്ടോ. കൃത്യമായിട്ട് കൃത്യസമയത്ത് നമ്മൾ വീഡിയോ എടുത്തില്ല. എപ്പോഴെങ്കിലും ഒരു ഷോട്ട് ഇട്ടാലായി ഏതെങ്കിലും സമയത്ത് 12 മണിക്ക് ഇടുകയാണെങ്കിൽ നാളത്തെ ദിവസം അത് 6 മണിക്കായിരിക്കും. നാളെ 6 മണിക്ക് ഇടുകയാണെങ്കിൽ മറ്റന്നാൾ അത് പിന്നെ ഈ 8 മണിക്കോ 9 മണിക്കോ അങ്ങനെയൊക്കെയാണ് നമ്മളെ പോക്ക്. വീഡിയോ അങ്ങനെയൊക്കെ തന്നെ. പണ്ട് ഞാൻ അങ്ങനെയല്ല കേട്ടോ. എത്ര വയ്യെങ്കിലും നമ്മളെ മുന്നേ ഉള്ള പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് പിന്നെ ഇതിൽ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും പോലും കട്ടിലിൽ കിടന്നിട്ട് വരെ നമ്മൾ വീഡിയോ ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. ഒരു മടിയില്ലാതെ എന്തെങ്കിലും പാചകം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഈ വാചകം തട്ടിക്കൂട്ടി വാചകമെങ്കിലും നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എത്തിക്കുന്നതായിരുന്നു. ഇപ്പോൾ അതും ചെയ്യുന്നില്ല. എല്ലാം എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പം അങ്ങനെ വന്ന് വെറുതെ ഇരുന്നപ്പോൾ നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ട് എന്തൊക്കെയോ ഞാൻ പറയുന്നു നിങ്ങളോട്. എന്ത് പറയുന്നു ഏത് പറയണമെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടേതായ ഉള്ളിലുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഇതൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കാമെന്ന് മാത്രം പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എത്ര മിനിറ്റുള്ള വീഡിയോ ആയെന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഈ കുഞ്ഞു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 6 മിനിറ്റായി. അപ്പോൾ എല്ലാവരും നമ്മളെ കാണുക കേൾക്കുക എന്ന് മാത്രം പറയുന്നുണ്ട്. മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് തലമുടി കെട്ടി വെച്ചേ ഇരിക്കത്തില്ല കേട്ടോ. തലമുടി ഇങ്ങനെ എനിക്ക് ഇത്രയും മുടിയൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് വരെയായിട്ട് തലമുടി കെട്ടാൻ അറിയത്തില്ല കേട്ടോ. കെട്ടി വയ്ക്കും, കുറേ കഴിയുമ്പോൾ അഴിഞ്ഞ് വീഴും. കെട്ടി വയ്ക്കും, കുറേ കഴിയുമ്പോൾ അഴിഞ്ഞ് വീഴും. എന്താ കാരണം എന്നറിയില്ല. ഇപ്പോൾ കെട്ടി വെച്ചിട്ട് ഇവിടെ ലൈവ് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന തലമുടി താനേ അങ്ങ് അഴിഞ്ഞ് വീണു. അപ്പോൾ പൊന്നുമക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ. നിങ്ങളാരും നമ്മളെ മിസ് ചെയ്യാതെ നമ്മളൊരു 6-7 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഇടുന്നതെങ്കിലും ഒരു 2 മിനിറ്റെങ്കിലും നമ്മളെ കാണുക കേൾക്കുക. 2 മിനിറ്റെങ്കിലും നമ്മൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രവിക്കുക. അതെ, നിങ്ങൾക്ക് പ്രയോജനമുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മുടേതായ കാര്യങ്ങൾ ഞാനും എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ മുന്നിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും എന്തെങ്കിലും തള്ളുകളുമായിട്ട് നിങ്ങളെ മുന്നിൽ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ടാണ് കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. നമ്മൾ യൂട്യൂബും തുടങ്ങി. ഇങ്ങനെ എങ്ങനെയാണ് അങ്ങനെ അതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തള്ളുകളുമായിട്ട് എത്താം, ഞാൻ ശ്രമിക്കാം. പണ്ട് അങ്ങനെയല്ല കേട്ടോ. പണ്ടെന്ന് പറയുമ്പോൾ 2 വർഷത്തേക്ക് മുന്നേ അങ്ങനെയല്ല. അന്നുള്ള എൻ്റെ വിശേഷങ്ങൾ അതുകൊണ്ട് എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എൻ്റെ അയൽവാസികൾക്കും എല്ലാം അറിയാം ഇന്ന് എൻ്റെ വീട്ടിൽ എന്താ സംഭവിച്ചത്, ഇന്ന് എൻ്റെ വീട്ടിൽ എന്താ കറികൾ വെച്ചത്, ഇന്ന് എൻ്റെ വീട്ടിൽ എന്താ സംഭവിച്ചതെന്ന് കറക്റ്റ് നമ്മൾ അന്നുള്ള വിശേഷങ്ങൾ വന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇനിയും എന്തെങ്കിലും വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ ശ്രമിക്കാം. എല്ലാവരെ പോലെ നിങ്ങളും നമ്മളെ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലോട്ട് നമ്മളെ അങ്ങോട്ട് സ്വീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ.